എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ NIVS +2 വിദ്യാർത്ഥികളുടെ സോഷ്യോളജിയുടെ പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷ തന്നെയായിരുന്നു ഇന്നത്തേത്. അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കുഴപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ essay ടൈപ്പിലോട്ടും അതുപോലെ തന്നെ ഷോർട്ട് വെരി ഷോർട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇന്നലെ ലൈവിൽ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നത്തെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ ലൈവ് കണ്ടിട്ടുള്ള സ്റ്റുഡൻസിന് മനസ്സിൽ നമ്മൾ ഏതൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കവർ ചെയ്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ പറഞ്ഞത് അതൊക്കെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ്സിൻ്റെ +2ൻ്റെ ഒക്കെ അഡ്മിഷൻസ് ഇപ്പോൾ LBയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ NIVS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയ +2 സോഷ്യോളജി വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അധികം ലാഗ് വരുത്തുന്നില്ല. ഓക്കെ, നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ദ മോഡൽ ഓഫ് കാസ്റ്റ് വിത്ത് 4 വർണ്ണ ഈസ് നോൺ ആസ്, ഏതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഏതാണ്? ചതുർവർണ്ണ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൻസർ വരുന്നത് ബൈലാറ്ററൽ എന്നുള്ളതാണ്. ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ടെക്നോളജിയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ 4ലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പർപ്പസ് ഓഫ് ദ സർവേ ഈസ് ടു പ്രൊവൈഡ്, ഏതാണ് വരുന്നത്? 4ൻ്റെ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 5ലേക്ക് വന്നു കഴിയുമ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഏതാ വരുന്നത്? അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലൈഫ് ലോങ് പ്രോസസ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ബി 1992 ആണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ 1992 ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ചൈൽഡ് ലേബർ ഇൻക്ലൂഡ്സ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ഏജ് ഗ്രൂപ്പ് ഓഫ്, ഏതാ വരുന്നത്? ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വരുന്നത് ഓപ്ഷൻ എ ആണ്. എ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, സോഷ്യൽ നോംസാണ് വരുന്നത് കേട്ടോ. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്ലൂ പ്രിൻറ്റ്സ് ഓഫ് സോഷ്യൽ നോംസ് ആണ്. 10 ബി ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി അതേപോലെ 11 വരുന്നത് 11ൻ്റെ അവിടെ ഏതാ വരേണ്ടത്? 11ൻ്റെ അവിടെ സി ആണ് കേട്ടോ, സൗത്താണ് വരേണ്ടത്. ഓക്കെ, സൗത്താണ് അവിടെ വരേണ്ടത് കേട്ടോ. ഇനി അടുത്തത് 12ാമത്തെ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ 12ാമത്തെ ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് അവിടെ വരേണ്ടത്, ബി ആണ്. ഇനി അടുത്തത് 13ാമത്തത് വരുമ്പം അവിടെ വരേണ്ടത് എ ആണ് കേട്ടോ, എ ആണ്. ദെൻ അടുത്തത് 14ാമത്തെ വരുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് കേട്ടോ, ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുമ്പോഴത്തേനും ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്, ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ അടുത്തത് 16 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. 16ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ഡേറ്റ കളക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ ഓൾ ടെക്നിക്സ് ഒക്കെ ഇന്നലെ പറഞ്ഞാണ്. ദെൻ 17ൻ്റെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. ദെൻ അടുത്തത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിരുന്നു. ദ മോഡേൺ ഫാമിലി ഹാസ് ബിക്കം, എങ്ങനെയാണ് നമുക്കറിയാം ചൈൽഡ് സെൻട്രിക് ആണ് അല്ലേ. അപ്പോൾ ചൈൽഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് ജോയിൻറ്റ് ഫാമിലി ഡാഷ് റിലേഷൻഷിപ്പ് ഗെറ്റ്സ് പ്രിഫറൻസ് ഓവർ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഏതാ വരുന്നത്? 18ൻ്റെ ആൻസർ വരുമ്പോൾ ബ്ലഡാണ് വരേണ്ടത് അല്ലേ. ബ്ലഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. പിന്നെ അടുത്തത് 19ൻ്റെ അവിടെ ആദ്യത്തേത് വരുമ്പോൾ ഏതാ വരുന്നത്? വെസ്റ്റേൺ ആണ് അല്ലേ, വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ രണ്ടാമത്തെ വരുമ്പോഴത്തേനും അവിടെ ഏതാണ്? കൺസർവേറ്റീവ് എന്നുള്ളതാണ് വരേണ്ടത് കേട്ടോ, കൺസർവേറ്റീവ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. പിന്നെ അവിടെ പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാനാണ്. ആദ്യത്തെ എന്തായാലും ട്രൂ ആണ്, രണ്ടാമത്തതും ട്രൂ തന്നെയാണ്, മൂന്നാമത്തെ ഫോൾസ് ആണ് കേട്ടോ. ക്ലാസ്, കാസ്റ്റ് ആൻഡ് ബ്യൂറോക്രസി അതെന്തായിരുന്നു? അത് തെറ്റാണ്. വെർട്ടിക്കൽ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് അല്ലേ ക്ലാസ്, കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം 2 ശരിയും 1 ഫോൾസും ആയിരുന്നു ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത് 21ാമത്തെ വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് വരേണ്ടത് ഏതാണ്? ലൈഫ് ചാൻസ് ആണ് വരേണ്ടത് കേട്ടോ, ലൈഫ് ചാൻസ്. രണ്ടാമത്തെ വരുമ്പോൾ
അത് ഏതാണ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അസ്ക്രൈബ്ഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇത്രയുമാണ് ആദ്യത്തെ സെക്ഷനിലെ ആൻസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ അസേർഷനും റീസണിങ് ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ, ശരിയാണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കി വെക്കുക ഇതൊക്കെയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതെ വലിയ റിവിഷൻ ക്ലാസ് ഒന്നും അല്ലല്ലോ, വെറുതെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ശരിയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ച് പോകാതെ ആൻസർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് മലയാളത്തിലേക്ക് പറയാതെ പെട്ടെന്ന് തന്നെ ആൻസർ മാത്രമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്